കാവിൽ തിരിവെച്ചിട്ട് ഇരുട്ട് വീണല്ലോ. പൂമുഖത്തെ പടിയിൽ നിന്ന് കാലു കഴുകി അകത്തേക്ക് കയറുമ്പോൾ മാധവൻ വിളിച്ചു ചോദിച്ചു, ഇല്ലേ മാധവേട്ട, അല്ലേലും അവിടുത്തെ കല്ലിനോടും പുല്ലിനോടും ഒക്കെ കഥയും പറഞ്ഞ് ആടിപ്പാടിയാണല്ലോ തിരിച്ചെത്തുക. ഇന്ന് ശ്രീകുട്ടനെ കൂടെ വിട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാലോ. ഓർമ്മ വെച്ച കാലം മുതലേ അവൾ ഓടിക്കളിച്ചു വളർന്നത് മനക്കിലെ പറമ്പിലും കാവിലുമൊക്കെയല്ലേ. അവള് തിരിവെച്ച് വണങ്ങുന്ന നാഗത്താന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും എന്റെ കുട്ടിക്ക് പോലും. എന്നാലും മാധവേട്ട, പ്രായം തികഞ്ഞ പെണ്ണല്ലേ, മനക്കിലെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ? എനിക്ക് അറിയാടോ തന്റെ പേടി. പുതിയ അവകാശികൾ എത്തുമല്ലേ. എങ്ങനെയാണോ ആവും, പുതിയ കുട്ടികൾക്കൊന്നും ഇതിലൊന്നും വിശ്വാസവും താല്പര്യവും ഒന്നും ഉണ്ടാവില്ല. എന്നാലും രാഘവനും ശേഖരനും മഹേന്ദ്രനും ഒന്നും തറവാട് വിറ്റുകളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ. വരുന്നവർക്കൊന്നും ധൈര്യവും ഉണ്ടായിരുന്നില്ലാലോ. അല്ലെങ്കിൽ പണ്ടേ അവരിത് വിറ്റേനെ. തമ്പുരാട്ടി മരിക്കുന്നതിന് മുൻപേ പോയതല്ലേ അവരിവിടുന്ന്. വർഷങ്ങൾ എത്രയായി ആ മണ്ണിലൊന്ന് ചവിട്ടിയിട്ട്. പേടി കാണും. വിറ്റൊഴിവാക്കിയാൽ എല്ലാം തീരുമെന്ന് കരുതി കാണും. എന്തായാലും വാങ്ങിയ ആൾ ചില്ലറക്കാരനാവില്ല എന്നാ എല്ലാരും പറയണേ. ചെറുപ്പക്കാരനാ അനന്തപത്മനാഭൻ. ഇതിനു മുമ്പ് രഘു പറഞ്ഞയച്ചിട്ട് കാണാൻ വന്നവർക്കൊന്നും മനക്കൽ വരെ എത്താൻ കഴിഞ്ഞിട്ട് പോലും ഇല്ല. മാധവേട്ടൻ കണ്ടതല്ലേ അയാളെ? കണ്ടിരുന്നു. അവിടെയൊക്കെ കാണിച്ചു കൊടുത്തത് ഞാനല്ലേ. നല്ലൊരു ചെറുപ്പക്കാരനാ, കണ്ടാലേ അറിയാം. എന്തിനും പോന്നവൻ. പക്ഷെ കാശിന്റെ അഹങ്കാരമൊന്നുമില്ല. മനക്കിലെ പഴയ കാര്യസ്ഥന്റെ മോനാണെന്നറിഞ്ഞിട്ട് പോലും വിനയത്തോടെ സംസാരിച്ചുള്ളൂ. കാവിലെ കാര്യം വല്ലതും സൂചിപ്പിച്ചിരുന്നോ മാധവേട്ടൻ? നമ്മൾ എന്ത് പറയാനാ സ്വതേ. മരിക്കുന്നതിന് മുമ്പേ ഭാഗീരഥി തമ്പുരാട്ടി എന്നെ വിളിപ്പിച്ചു ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമായിരുന്നു, നാഗക്കാവിലെ തിരി മുടക്കരുതെന്ന്. മനസ്സുണ്ടെങ്കിൽ മുടക്കം വരാതെ കാക്കാൻ നാഗങ്ങൾ തുണയുണ്ടാകുമെന്ന് പറഞ്ഞത് ഇനി നിമിഷം വരെ ശരിയായിട്ടില്ലേ? ഇന്ന് വരെ മുടക്കിയിട്ടില്ല. മരണം വരെ അങ്ങനെ വേണമെന്നാണ് ആഗ്രഹവും. പക്ഷേ അവകാശമില്ലാലോ നമ്മൾക്ക്. മനക്കിലെ പഴയ കാര്യസ്ഥന്റെ മകൻ മാത്രമല്ലേ ഞാൻ. എങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട്. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും എതിർപ്പൊന്നും ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ചിട്ട് സുധർമ്മ അകത്തേക്ക് നടന്നു. മാധവൻ കോലായിലെ ചാരുകസേലയിരുന്നു. അയാളുടെ കണ്ണുകൾ മതിലിനപ്പുറത്തെ പറമ്പിലേക്കായിരുന്നു. നാഗകാളി മഠം, വെച്ചാരാധനയും നാഗകാളിയെ കുടിയിരുത്തിയ നാഗക്കാവും കുളവും ഒക്കെയായി ഏക്കർ കണക്കിനുള്ള പറമ്പിന്റെ നടുവിലായുള്ള ഇല്ലം. പേരും പെരുമയുമായി പ്രതാപശാലികളായ തമ്പുരാക്കന്മാർ ഉണ്ടായിരുന്ന വനം വർഷങ്ങളായി അവകാശികൾ എത്തി നോക്കുക പോലും ചെയ്യാതെ കിടക്കുകയായിരുന്നു. ഭാഗീരഥി തമ്പുരാട്ടി മരിച്ച കാലം മുതൽ ശ്രമിക്കുന്നതാണ് മക്കളും ചെറുമക്കളും എല്ലാം അതൊന്ന് വിറ്റൊഴിവാക്കാൻ. അതിൽ നിന്ന് കിട്ടുന്ന പണത്തിനേക്കാൾ അതിൽ ഉറങ്ങിക്കിടക്കുന്ന ഓർമ്മകളെ ഒഴിവാക്കാനായിരുന്നു അവർക്ക് തിരക്ക്. ഒരുപാട് പേര് വന്നുപോയി. പക്ഷേ പല കാരണങ്ങളാലും വന്നവർക്കൊന്നും ഇല്ലപ്പറമ്പിൽ കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലത്തെ കാര്യസ്ഥനായിരുന്നു മാധവന്റെ അച്ഛൻ നാരായണൻ. അച്ഛനെ ഇടയ്ക്ക് സഹായിക്കാനെത്തുന്ന മാധവനെ തമ്പുരാട്ടിക്ക് മക്കളെക്കാൾ പ്രിയമായിരുന്നു. ഇല്ലപ്പറമ്പിന്റെ അതിരിലാണ് മാധവന്റെ വീട്. മതിലിനപ്പുറത്തേക്ക് മനക്കിലേക്കും നാഗക്കാവിലേക്കും കടക്കാൻ ചെറിയൊരു ഗേറ്റുണ്ട്. കാവിനപ്പുറം നിറയെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന കുളവുമുണ്ട്. മാധവന്റെ മനസ്സിൽ ഭാഗീരഥി തമ്പുരാട്ടിയുടെ വാക്കുകൾ അലയടിച്ചു. മക്കളും ചെറുമക്കളും
കണ്ണുകൾ നിറഞ്ഞെങ്കിലും പതിയെ അതിൽ തെളിഞ്ഞു വരുന്ന അഗ്നിയിൽ അതില്ലാതെയായി. ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ മാധവനോട്, നാഗക്കാവ്. അവിടെ ഒന്നും മുടങ്ങാൻ പാടില്ല. അവിടുത്തെ നാളം കൂടി പൊലിഞ്ഞാൽ നാഗകാളി മഠം നാമാവശേഷമാവും. ഇല്ലത്തിന്റെ സർവനാശം കാണാനായി മാത്രം ജന്മമെടുത്തവന് മുന്നിൽ തോൽക്കാൻ പാടില്ല. മനസ്സുണ്ടായാൽ മാത്രം മതി. ഒന്നിനും മുടക്കം വരുത്താതെ നാഗങ്ങൾ കൂട്ടുണ്ടാവും. ഒരു അവകാശം എത്തുന്നത് വരെ അത് പൊലിയാൻ പാടില്ല. വരും അവന് കാവലായി അവളും. നാഗക്കാവിലെ അധിപതിയായി അവന് തുണയായി അവളും എത്തും. പൂർണ്ണമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും മാധവൻ തലയാട്ടി. മാധവന്റെ അടുത്തു നിന്നിരുന്ന സുധർമ്മയിൽ തമ്പുരാട്ടിയുടെ കണ്ണെത്തി. പിന്നെ പതിയെ അവളുടെ നിറവയറിലേക്കും. സുധർമ്മയെ കാണണമെന്ന് തമ്പുരാട്ടി ആവശ്യപ്പെടുകയായിരുന്നു. സുധർമ്മ അടുത്തേക്ക് ചെന്നതും കിടന്ന കിടപ്പിൽ പതിയെ സുധർമ്മയുടെ വയറിൽ കൈവച്ചു തമ്പുരാട്ടി. ഒരു നിമിഷം കഴിഞ്ഞു അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം മാധവൻ കണ്ടു. ഭാഗീരഥി മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, എത്ര ജന്മമെടുത്താലും ഏത് വേഷത്തിൽ വന്നാലും നാഗകാളി മഠം നിനക്ക് മുമ്പിൽ തല കുനിക്കില്ല ഭൈരവ. നിന്റെ സർവനാശത്തിന് അവരെത്തും. നാഗത്താന്മാരും അവർക്ക് തുണയാവുണ്ടാവും. മാധവ, സുധർമ്മയെയും കൂട്ടി നാഗക്കാവിൽ തിരിവെച്ചു തൊഴണം. അവരുടെ കണ്ണടയുമ്പോഴും ആ തിളക്കം മാഞ്ഞില്ല. ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. മറ്റൊരു ലോകത്ത് തന്നെ കാത്തിരിക്കുന്ന പ്രാണപ്രിയന്റെ അടുത്തേക്ക് യാത്രയാവുമ്പോഴും സുധർമ്മയുടെ വയറ്റിലെ ജീവന്റെ തുടിപ്പുകൾ അവർക്ക് തോറ്റുപോയിട്ടില്ല എന്ന തിരിച്ചറിവ് നൽകിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപെയാണ് ശേഖരൻ നമ്പൂതിരി മാധവനെ വിളിച്ചത്. ഇല്ലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നും പുതിയ ഉടമസ്ഥൻ വന്നാൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. മറുപടിക്കായി കാത്തു നിൽക്കാറില്ല. ശേഖരൻ കോൾ കട്ട് ചെയ്തെങ്കിലും മാധവന്റെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ചാരുകസേരയിലേക്ക് ചാഞ്ഞിരുന്നപ്പോഴും അയാളുടെ മനസ്സിൽ എവിടെയോ കണ്ണു മറന്നതുപോലുള്ള നിഗൂഢഭാവങ്ങൾ ഒളിപ്പിച്ച മുഖവും നുണക്കുഴികൾ തെളിയുന്ന മനോഹരമായ പുഞ്ചിരിയുമുള്ള ആ ചെറുപ്പക്കാരനായിരുന്നു അനന്തപത്മനാഭൻ. ചുറ്റും തിങ്ങി നിറയുന്ന ഇരുട്ടിലും കാവിലെ തിരിവെട്ടത്തിൽ പത്മയുടെ മുഖം ജ്വലിച്ചു നിന്നു. പത്മേച്ചിയുടെ മുഖം കാണുമ്പോൾ ഭഗവതി കാവിലെ ദേവീ പ്രതിഷ്ഠ ഓർമ്മ വന്നു ശ്രീകുട്ടന്. കണ്ണുകൾ അടച്ച് തൊഴുതു നിൽക്കുന്ന അവളെ കണ്ട് ശ്രീകുട്ടനും കണ്ണടച്ച് കൈകൂപ്പി. നാഗകാളിയെ കുടിയിരുത്തിയ നാഗത്തറയിൽ പത്മ കത്തിച്ച തിരിയുടെ വെളിച്ചത്തിൽ നാഗപ്രതിമയിൽ ചുറ്റി നിന്ന് പത്മയെ നോക്കുന്ന മണിനാഗത്തിന്റെ കണ്ണുകൾ തിളങ്ങിയത് അവർ കണ്ടില്ല. കാവിൽ നിന്ന് പിന്തിരിഞ്ഞടക്കുമ്പോൾ ശ്രീകുട്ടൻ പത്മയുടെ കൈ പിടിച്ചു. നോക്കിക്കോ, ഇന്നും അമ്മയുടെ വഴക്ക് കേൾക്കും. ഈ പപ്പേച്ചിക്ക് എന്താ കാവിൽ ഇത്രയും നേരം പ്രാർത്ഥിക്കാനായിട്ട്? പോരാത്തേന അവിടെ എവിടെ നോക്കി നിൽക്കും. എനിക്കാണെങ്കിൽ പേടിച്ചു വിറച്ചിട്ട് നിൽക്കാനും വയ്യ. ഈ മരങ്ങളും വള്ളിപ്പടർപ്പും എല്ലാം കൂടെ പകലും കൂടെ ഇവിടെ വെളിച്ചുണ്ടാവില്ല. ഇവിടെ നമ്മളെ ആരും ഒന്നും ചെയ്യില്ല. മറ്റെവിടത്തെക്കാളും നാഗക്കാവിൽ നമ്മൾ സുരക്ഷിതരാണ്. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ജീവിതം ഈ കാവിനെ ചുറ്റിപ്പറ്റിയാണ്. ഒന്നുമില്ലെങ്കിലും എന്റെ അനിയനല്ലേടാ നീ, പേടിത്തൊണ്ട്. ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞോ? ഇത് വാങ്ങിയ ആൾക്കാർ ഇതൊക്കെ പൊളിക്കാനാണെങ്കിലോ ഉദ്ദേശിച്ചിരിക്കുന്നേ? കൊല്ലും ഞാൻ നാഗക്കാവ് ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും. പത്മ അറിയാതെയാണ് അവളിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വന്നത്. അത് കേട്ട ശ്രീകുട്ടനെ പോലെ തന്നെ അവളും ഞെട്ടി. വേഗം വാ, അച്ഛൻ വന്നിട്ടുണ്ടാവും. ശ്രീകുട്ടന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നാഗക്കാവിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയെ അവൾ നടന്നു. കാവിൽ നിന്ന് അവർ ഇറങ്ങിയതും
കാവിലെ സർപ്പഗന്ധിക്കപ്പുറം പാലമരക്കൊമ്പിൽ ചുറ്റിക്കിടന്ന കരിനാഗം പതിയെ താഴേക്കിറങ്ങി. പത്മയും ശ്രീകുട്ടനും പൂമുഖത്തെത്തിയിരുന്നു. അവർ പോയ വഴിയിലൂടെ അത് മെല്ലെ ഇഴഞ്ഞു നീങ്ങി. ഈ ഏച്ചി ഇന്നും കാവിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അച്ഛാ. ശ്രീകുട്ടൻ പറഞ്ഞത് കേട്ട് മാധവൻ പത്മയെ നോക്കി. അവൾ അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാട്ടി. പത്മ അകത്തേക്ക് കയറുമ്പോൾ മാധവൻ പറഞ്ഞു, മോളെ, ഇനി ഇല്ലപ്പറമ്പിൽ അലഞ്ഞു തിരിയാൻ നിൽക്കരുത്. പുതിയ ആളുകളൊക്കെ വരുന്നതാണ്. എത്ര പറഞ്ഞാലും നീ അനുസരിക്കില്ലാന്നറിയാം. എന്നാലും പറയാണ്, കാലം നല്ലതല്ല. തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ഇല്ലത്തിന്റെ പടിഞ്ഞാറേ മുറ്റത്തെ തേന്മാവായിരുന്നു പത്മയുടെ മനസ്സിൽ. ഏത് ദേവേന്ദ്രൻ വന്നാലും പത്മ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് പത്മയ്ക്കാണ്. അവളെ കണ്ടതും സുധർമ്മ വിളിച്ചു, പത്മേ, ആ ദോശയ്ക്കുള്ള മാവൊന്ന് അരച്ചു വെച്ചേ. ഞാൻ കഞ്ഞിക്കുള്ള പയറ് തോരൻ ശരിയാക്കട്ടെ. അത് അമ്മേ, എനിക്ക് പഠിക്കാൻ. സുധർമ്മ കണ്ണുരുട്ടിയതും പത്മ നാക്കു കടിച്ചു. പരീക്ഷയും കഴിഞ്ഞ് കോളേജും അടച്ചു. പരീക്ഷയുടെ തലേന്ന് പോലും പുസ്തകവും തുറന്നു വെച്ച് ഉറക്കം തൂങ്ങുന്നവളാ. എന്തെങ്കിലും ജോലി പറഞ്ഞാൽ അപ്പൊ പഠിക്കാനുണ്ടാവും. പറ്റിപ്പോയി, ശീലമായി പോയത് കൊണ്ടാ. അമ്മ എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ഇറക്കുന്ന നമ്പറാ പഠിക്കാനുണ്ടെന്ന്. പക്ഷെ ഈ തവണ എക്സാം കഴിഞ്ഞ് കോളേജ് അടച്ചിരിക്കുവാണെന്ന് മറന്നുപോയി. അതെ, പൊന്നുമോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ വാസുകണിയാർ പറഞ്ഞത്? വയസ്സ് 20 തികഞ്ഞു. ഇനി നിനക്ക് കല്യാണ യോഗമാണ്. അച്ഛൻ ആ ബ്രോക്കർ സതീഷിനോട് പറയാൻ പോവുക. ഓ പിന്നെ, എന്നെ കല്യാണം കഴിപ്പിച്ചല്ലേ അയക്കുന്നത്, അല്ലാതെ ജോലിക്കാരിയായി പറഞ്ഞു വിടുമെന്നല്ലോ. അല്ലടി, നിന്നെ കെട്ടിലമ്മയെ വാഴിക്കും അവർ. അതുകൊണ്ട് അമ്മയുടെ മോൾ വല്ലതും വെച്ചുണ്ടാക്കാൻ പഠിച്ചോ. വെറുതെ വല്ലയിടത്തും ചെന്ന് വളർത്തു ദോഷമാണെന്ന് പറയിപ്പിക്കണ്ട. എന്റെ പൊന്നമ്മേ, ഞാൻ ആ ദോഷമാവ് അരച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ചെയ്തോളാം. സുധർമ്മയെ നോക്കി തൊഴുതുകൊണ്ട് അവൾ അരി കഴുകാൻ തുടങ്ങി. അച്ഛനും അമ്മയും മക്കളും അത്താഴം കഴിഞ്ഞ് കുറച്ചു നേരം തളത്തിലിരുന്ന് സംസാരിച്ചു. പിന്നെ ഉറങ്ങാനായിപ്പോയി. പൂമുഖത്തെ ലൈറ്റ് അണഞ്ഞതും മുറ്റത്തതിരിലെ പേരമരക്കൊമ്പിൽ ചുറ്റിക്കിടന്നിരുന്ന കരിനാഗം താഴേക്കിറങ്ങി. പതിയെ കോലായിലെ തൂണിൽ കൂടി മുകളിലേക്ക് കയറി പത്തി വിടർത്തി ഉത്തരത്തിൽ പിണഞ്ഞു കിടന്നു, ഒരു കാവൽ പോലെ. നിലാവെളിച്ചത്തിൽ കറുത്ത മുത്തുകൾ കോർത്തു വെച്ചതുപോലെ അതിന്റെ ഉടൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കിടക്ക കാണുമ്പോഴേ കൂർക്കം വലി തുടങ്ങുന്ന പത്മയ്ക്ക് അന്ന് ഉറക്കം വന്നില്ല. പതിവില്ലാതെ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചത് കണ്ട് സുധർമ്മ ആശ്ചര്യത്തോടെ അവളെ നോക്കി. ഓ, ഇന്നെന്തോ കാര്യസാധ്യ ഉണ്ടല്ലോ. രാവിലെ ബക്കറ്റിൽ വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ചാലും പിന്നെയും കിടന്നുറങ്ങുന്നവളാ. എന്താണോ എന്തോ. പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ. എന്റെ അമ്മേ, അമ്മ ഇന്നലെ കല്യാണക്കാര്യമൊക്കെ പറഞ്ഞു മോഹിപ്പിച്ചത് കൊണ്ട് ഞാനങ്ങ് നന്നായേക്കുമെന്ന് കരുതി. ഉവ്വേ, എന്നാ പൊന്നുമോളങ്ങ് ചെല്ല്. കൊലായിലിരുന്ന് പത്രം വായിക്കുന്ന മാധവനോട് പത്മ പതിയെ പറഞ്ഞു. എന്നാലും അച്ഛന് പ്രേമിച്ചു കെട്ടാൻ ഈ മുതലിനെ കിട്ടിയുള്ളൂ. എന്ത് ചെയ്യാനാ മോളെ, അന്ന് അവൾ കണ്ണും കൈയും കാണിച്ചപ്പോൾ ഞാൻ അങ്ങ് വീണുപോയി. പത്മയുടെ ചിരിക്കൊപ്പം അകത്തുനിന്ന് സുധർമ്മയുടെ ശബ്ദമുയർന്നു.
മാധവേട്ട, വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാവിലെ തന്നെ അവളുടെ വായിലിരിക്കുന്നതൊക്കെ എന്നെ കേൾപ്പിക്കാമെന്ന് നിനക്ക് വല്ല നേർച്ചയുണ്ടോ പൊന്നുമോളെ? മാധവൻ പത്രത്തിലേക്ക് മുഖം കൂട്ടിയത് കണ്ടു ചിരിയോടെ പത്മ മുറ്റത്തേക്കിറങ്ങി കാവിലേക്ക് നടന്നു. നടക്കുന്നതിനിടെ അവൾ ഓർക്കുകയായിരുന്നു, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം. പ്രണയിച്ചു വിവാഹം കഴിച്ചതാണ്, സ്നേഹപ്രകടനങ്ങൾ കുറവാണ്. എങ്കിലും ഒരാളുടെ ഇഷ്ടങ്ങൾ അയാളെക്കാളും അറിയുന്നത് മറ്റേയാൾക്കാണ്. അങ്ങനെ ഒരാൾ എന്നെങ്കിലും എന്നെ തേടി വരുമോ? വലിയ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നുമില്ല. എന്നാലും കാവിലേക്ക് കാലെടുത്ത് വെച്ചതും മനസ്സിലെ അസ്വസ്ഥതകളൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. നിറയെ മരങ്ങളാണ്. ശ്രീകുട്ടൻ പറഞ്ഞതുപോലെ പകലും മകരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യകിരണങ്ങളെയുള്ളൂ. വള്ളിപ്പടർപ്പുകളിൽ നീലയും വെള്ളയും കലർന്ന പൂക്കുലകൾ നിറഞ്ഞിരിക്കുന്നു. ഇലഞ്ഞിയുടെയും ചെമ്പകത്തിന്റെയും മനം മയക്കുന്ന സുഗന്ധം നിറയുന്നു. മരങ്ങളിലൂടെ പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ പോലെ തോന്നിക്കുന്നു. പറന്നിറങ്ങിയ അപ്പൂപ്പൻ താടികളിലൊന്ന് പത്മയുടെ നീളമുള്ള മുടിയിഴകളിൽ ഉടക്കി നിന്നു. നാഗത്തറയിൽ ആകെ മഞ്ഞൾപ്പൊടി വീണു കിടന്നിരുന്നു. നാഗകാളി പ്രതിഷ്ഠയിലെ മാലയിലെ തെച്ചിപ്പൂക്കൾ വാടിക്കരിഞ്ഞിരിക്കുന്നു. ആയില്യത്തിന് 100 പാലം നേദിച്ചിരുന്നു. മേലേരിയിലെ ദേവദത്തൻ തിരുമേനിയാണ് ഇടയ്ക്ക് വന്ന് പൂജകളൊക്കെ നടത്താറ്. പത്മ നിൽക്കുന്നിടത്തു നിന്നും 10 അടി തികച്ചില്ലാതെ കരിമൂർഖൻ ഇഴഞ്ഞുപോയി. അവളിൽ ഭയത്തിന്റെ ലാഞ്ചന പോലും കണ്ടില്ല. പത്മ കൈകൾ കൂപ്പി കണ്ണടച്ചു നിന്നു. കണ്ണടച്ചെങ്കിലും പെട്ടെന്ന് മുൻപിൽ ഒരു പ്രകാശം മിന്നിമാഞ്ഞതുപോലെ ഒരു തോന്നലുണ്ടായി. കുറച്ചു സമയം കൂടെ നിന്ന് പത്മ കാവിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഇലഞ്ഞി മരത്തിൽ നിന്ന് കരിനാഗം താഴേക്കിറങ്ങുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലെത്തി ചായ കുടിച്ചൊക്കെ കഴിഞ്ഞു പത്മ അതിലെയും ഇതിലെയും ഒക്കെ പമ്മി പതുങ്ങി നടന്നു. മാധവൻ പാടത്തേക്ക് ഇറങ്ങിയിരുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. ഇപ്പോൾ സഹായിക്കാൻ വിളിക്കാൻ സാധ്യതയില്ല. അത് ഇരട്ടിപ്പണിയാവുമെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. അമ്മയുടെ മാത്രമല്ല, ശ്രീകുട്ടന്റെയും കണ്ണ് വെട്ടിക്കണം. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് അവനും വീട്ടിലുണ്ട്. കാര്യം അമ്മയുടെ ചാരനാണെങ്കിലും പപ്പേച്ചി കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ. പക്ഷെ അവൾ മനക്കലെ പറമ്പിൽ ചുറ്റിത്തിരിയുന്നത് അവനൊട്ടും ഇഷ്ടമല്ല. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നാഗകാളി മഠത്തെപ്പറ്റി നാട്ടുകാർ പറയുന്ന പഴയ കഥകൾ കേൾക്കാൻ സുഖമുള്ളതല്ല. കാവും കടന്നു മനക്കയിലേക്കുള്ള മുറ്റത്തേക്ക് പോകുന്നതിന് മുൻപേ പതിവ് പോലെ താമരക്കുളത്തിലേക്കാണ് പത്മ ചെന്നത്. പൊട്ടിപ്പൊളിഞ്ഞ പടവുകളിലൂടെ താഴേക്കെത്തുമ്പോൾ നേർത്ത പച്ച നിറം തോന്നിക്കുന്ന വെള്ളത്തിൽ നിറയെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു. അന്നും കുളത്തിന്റെ ആഴങ്ങളിൽ അവ്യക്തമായ രൂപങ്ങൾ തെളിയുന്നത് പോലെ തോന്നി പത്മയ്ക്ക്. ഏറെ പ്രിയപ്പെട്ട ആരൊക്കെയോ അടുത്തുള്ളതുപോലെ. മനക്കലെ മുറ്റത്തെ തേന്മാവിലേക്കാണ് നോട്ടം ചെന്നത്. മൂത്തു തുടങ്ങുന്നേയുള്ളൂ മാങ്ങകൾ. മനക്കൽ ഏറെ സമയം പത്മ ചിലവിടുന്ന അവിടെയാണ്. അതിൽ പടർന്നു കയറിയ മുല്ലവള്ളിയും അവൾ നട്ടുപിടിപ്പിച്ചതാണ്. തേന്മാവിന്റെ ചാഞ്ഞു കിടക്കുന്ന കൊമ്പിൽ ചവിട്ടി പത്മ മുകളിലേക്ക് വലിഞ്ഞു കയറി. പറ്റാവുന്നത്ര ഉയരത്തിൽ കയറി അവിടെയുള്ള കൊമ്പിലിരുന്നു. ചുറ്റും നോക്കി.
ഏക്കർ കണക്കിനുള്ള പറമ്പിൽ അവിടെവിടെയായി കാട് പിടിച്ചു കിടപ്പുണ്ട്. നാളെയോ മറ്റന്നാളോ എല്ലാം വൃത്തിയാക്കാൻ പണിക്കാരെത്തുന്നുണ്ടെന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടിരുന്നു. ഇവിടെ ഉള്ളവരാകില്ല. ഈ നാട്ടിലുള്ളവർക്കൊന്നും ഇങ്ങോട്ട് കയറാൻ ധൈര്യമുണ്ടാവില്ല. ഇനിയിപ്പോൾ ആളും ബഹളവും ഒക്കെ ആവും. പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്വന്തം വീടിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിച്ചത് എവിടെയാവും. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇവിടെ. പഴമയുടെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന മഠത്തിന്റെ മുകൾ നിലയിലേക്ക് കണ്ണോടിച്ചു പത്മ. പിന്നെ കണ്ണുകൾ ചെന്നെത്തിയത് കൊത്തുപണികളാൽ അലങ്കൃതമായ ബാൽക്കണിയിലേക്കാണ്. ഉള്ളിൽ അടക്കി വെച്ച ആഗ്രഹം പിന്നെയും തിക്കിത്തിരക്കി വരുന്നുണ്ടായിരുന്നു. ഇന്നുവരെ ആ തറവാടിന്റെ പൂമുഖത്തിനപ്പുറത്തേക്ക് കാലുകുത്തിയിട്ടില്ല. അച്ഛന്റെ കർശനമായ വിലക്കിനെ മറികടന്നാണ് പണ്ടൊരിക്കൽ ആ പൂമുഖത്തോളം ചെന്ന് എത്തി നോക്കിയത്. അന്ന് ആദ്യമായി അച്ഛൻ ഒരുപാട് തല്ലി. ആദ്യമായാണ് അത്രയും ദേഷ്യത്തോടെ അച്ഛനെ കണ്ടത്. പേടിച്ചു പോയിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഭയപ്പെട്ടത് അവിടത്തെ പൂമുഖപ്പടിയിൽ നാഗകാളിയമ്മയുടെ ചിത്രത്തിന് മുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്ന് തന്നെ നോക്കിയ മണിനാഗത്തിന്റെ കണ്ണുകളെയായിരുന്നു. ആ നീല കണ്ണുകളിൽ ശാസനയായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ തൊടിയിലും കാവിലുമൊക്കെ കാണാറുള്ളതാണ്. കാലിൽ കൂടി തൊട്ടൊരുമി പോയാലും ഭയം തോന്നാറില്ല. പക്ഷേ അന്ന് എന്തോ. സാധാരണ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ മനസ്സ് തിടുക്കം കൂട്ടാറുള്ളത്. പക്ഷേ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് കയറാൻ തോന്നിയിട്ടില്ല. അന്ന് പൂമുഖപ്പടിയിൽ തന്നെ നോക്കിയ ആളെ കണ്ടിട്ടുമില്ല. നാലഞ്ചെണ്ണം പറിച്ചെടുത്ത് ധാവണിത്തുമ്പിലിട്ട് പകുതി കടിച്ചു നിന്ന പച്ചമാങ്ങ കയ്യിൽ പിടിച്ചു മനോരാജ്യത്തിലാണ് ഇരിക്കുന്നതിനിടെയാണ് താഴെ നിന്നെന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയത്. എന്റെ കൃഷ്ണ, അച്ഛനാവും. ഇന്ന് എന്റെ കട്ടയും പണവും മടങ്ങിയതന്നെ. വെപ്രാളത്തോടെയാണ് താഴേക്കിറങ്ങിയത്. താഴത്തെ കൊമ്പിൽ ചവിട്ടവേ കാലൊന്ന് സ്ലിപ്പായി. വീഴുമെന്ന് കരുതിയെങ്കിലും വീണില്ല. ധാവണിത്തുമ്പിലെ മാങ്ങകൾ ചുറ്റും ചിതറി. കടിച്ചു നിന്ന മാങ്ങയും കൂട്ടി രണ്ട് കൈകൊണ്ടും പാവാടത്തുമ്പ് ഉയർത്തിപ്പിടിച്ചു കിതപ്പോടെ താഴെ ലാൻഡ് ചെയ്തപ്പോഴാണ് കണ്ടത് മുൻപിൽ നിൽക്കുന്നയാളെ. തുറന്ന വായ അടയ്ക്കാൻ മറന്നു വയ്ക്കവേ മുത്തിയമ്മ പറഞ്ഞ കഥകളിലെ ഗന്ധർവൻ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. നീണ്ട മുടിയിഴകളും താടിയും ചേർന്ന ഭംഗിയുള്ള മുഖത്തിന് ചേരാത്ത തീഷ്ണതയേറിയ കണ്ണുകൾ. ഗന്ധർവൻ താടി ഉണ്ടാവുമോ? അറിയാതെയാണ് ചോദ്യം നാവിൽ നിന്ന് വീണത്. ആരാ? വാട്ട്? പരുഷമായിരുന്നു മറുചോദ്യം. ഒരു പുഞ്ചിരി പോലും ആ മുഖത്തില്ലായിരുന്നു. അവളെ അടിമുടി നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. പാവാടത്തുമ്പ് അപ്പോഴും ഉയർത്തിപ്പിടിച്ചതുകൊണ്ടും കണങ്കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന നിറയെ മണികളുള്ള കൊലുസുകളിൽ അയാളുടെ നോട്ടം എത്തി നിന്നു. ഞെട്ടലോടെ പത്മ പാവാടത്തുമ്പിലെ പിടുത്തം വിട്ടു. അപ്പോഴാണ് അവൾ കുറച്ച് അകലെയായി നിർത്തിയിട്ടിരിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന ആ വലിയ കാർ കണ്ടത്. പെട്ടു. ഇതാവും ഇവിടുത്തെ പുതിയ ആൾ. ഒരു മളിച്ച ചിരിയോടെ അവന്റെ സൈഡിലൂടെ ഓടിപ്പോവാൻ ശ്രമിച്ചതും അയാൾ മുൻപിലേക്ക് കയറി നിന്നു. അറിയാതെ ഒരു നിമിഷം
പത്മ ആ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി. ആ മിഴികളും അവളിലായിരുന്നു. പ്രതീക്ഷിക്കാത്ത നിമിഷം അവനെ തള്ളി മാറ്റി അവൾ മുന്നോട്ടോടി. അപ്പോഴാണ് തെല്ലുറക്കെ പുറകിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. കള്ളി. പത്മ തിരിഞ്ഞു നിന്നു. കള്ളി തന്റെ അന്മുഖ. ഡീ, താൻ പോടൂ. അവിടെ നിൽക്കടി. മുഖം കൂട്ടിക്കൊണ്ട് പത്മ മുൻപോട്ട് നടക്കുമ്പോഴാണ് തന്റെ നേരെ നടന്നു വരുന്ന അച്ഛനെ കണ്ടത്. അവളെ ഒന്ന് അടിമുടി നോക്കി മുറ്റത്തേക്ക് നോട്ടമയച്ചുകൊണ്ട് മാധവൻ പത്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ കരിയിലേക്ക് നടന്നു. കള്ളം പിടിച്ച കുട്ടിയെ പോലെയുള്ള അവളുടെ മുഖം കണ്ട് അനന്തന് ചിരി വരുന്നുണ്ടായിരുന്നു. പണിപ്പെട്ട് അടക്കി പിടിച്ചു. കുഞ്ഞെത്തിയിട്ട് ഒത്തിരി സമയമായോ? എന്താ വിളിക്കാത്തെ? കുഞ്ഞോ? എടുത്ത് വെളിയിൽ വെക്കാൻ പറ്റിയ പ്രായം. അച്ഛൻ കേൾക്കാതെ പത്മ പുച്ഛത്തോടെ പെറുവിറുത്തത് അനന്തൻ കേട്ടിരുന്നു. ഇല്ല മാധവേട്ട, ഞാൻ എത്തിയിട്ട് കുറച്ചു സമയമായേ ഉള്ളൂ. പണിക്കാരൊക്കെ നാളെയേ വരികയുള്ളൂ. ഞാൻ നേരത്തെ പോന്നു. ഉള്ളിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കുഞ്ഞെ. പറമ്പൊക്കെയാണെന്ന് വെട്ടിത്തെളിക്കണ്ട. ഇവിടെ പണിക്കാരെ ഒന്നും കിട്ടാനില്ല. എല്ലാരും നാളെ എത്തും മാധവേട്ട. ഒന്ന് നിർത്തി പത്മയെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവൻ തുടർന്നത്. പിന്നെ മാധവേട്ട, ഈ കുഞ്ഞു വിളി വേണ്ട. എന്നെ അനന്തെന്ന് വിളിച്ചാൽ മതി. മാധവൻ ചിരിയോടെ തലയാട്ടി. എന്നെ പറഞ്ഞു. ചോദിക്കാൻ മറന്നു, ഇവൾ കുറുമ്പ് വല്ലതും കാട്ടിയോ? എന്റെ മോളാണ് പത്മ. കുറച്ചേറെ ലാളിച്ചുകൊണ്ട് വികൃതി തരങ്ങൾ ഒത്തിരി കയ്യിലുണ്ട്. ഇല്ല. ചിതറിക്കിടക്കുന്ന മാങ്ങകളിൽ നോക്കിയ നോട്ടം അവളിലെത്തിയപ്പോൾ പുച്ഛമായിരുന്നു ആ മുഖത്ത്. മോളെ, നീ പോയി മോന് കുടിക്കാൻ കുറച്ച് സംഭാരം എടുത്തിട്ട് വാ. പത്മയോടായി പറഞ്ഞിട്ട് മാധവൻ അനന്തനെ നോക്കി. എന്നാൽ ഞാൻ പോയി പൂമുഖവാതിൽ തുറക്കാം. അല്ല, അനന്തൻ വന്നോളൂ. മാധവൻ പൂമുഖത്തേക്ക് നടന്നതും പതിഞ്ഞ ശബ്ദത്തിൽ അനന്തൻ പത്മയോട് പറഞ്ഞു. കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഈ മാങ്ങയും കൂടെ എടുത്തോണ്ട് പോകും. അവന് തുറച്ചു നോക്കിക്കൊണ്ട് പത്മ തിരിഞ്ഞു നടന്നു. നിന്നോടല്ലടി പറഞ്ഞത്? ഇത്തിരി മുൻപോട്ടെത്തിയിട്ടാണ് പത്മ പറഞ്ഞത്. പോയി തന്റെ മറ്റവളോട് പറയടൂ. ചവിട്ടിത്തുള്ളി നടന്നു പോകുന്ന പത്മയെ നോക്കി അനന്തൻ മനസ്സിൽ പറഞ്ഞു. കാന്താരി, നിനക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടടി. ശരിയാക്കി തരാൻ ഞാൻ. അനന്തൻ പൂമുഖത്തേക്ക് നടക്കവേ നാഗകാളി മഠത്തിന്റെ മുഖപ്പിൽ പത്തി വിരിച്ചു നിന്നിരുന്ന മണിനാഗത്തിന്റെ നീല കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു.